ജനങ്ങളിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധമുള്ള BJP നേതാവാണ് കരമൻ ജയൻ. അപ്പോൾ കരമൻ ജയനും അവിടുത്തെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. തോൽക്കുന്ന സീറ്റാണ്. പരമ്പരാഗതമായി UDF തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റായിരുന്നു CP ജോണിന് കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. ടൈറ്റ് മത്സരമാണ് എങ്കിൽ പോലും അവിടെ CP ജോണിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുൻതൂക്കം എന്നുള്ള നമ്മളിൽ കാണേണ്ടിയുള്ളത്. കടകംപള്ളി മാറിയപ്പോഴൊക്കെ അവിടെ UDFന് അനുകൂലമായിരുന്നു ജനവിധി എന്നുള്ളതുകൊണ്ടാണ് ഇത്തവണ കടകംപള്ളിയെ തന്നെ അവിടെ ഇറക്കി സീറ്റ് നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം CPM തുടക്കം തൊട്ടേ തന്നെ അത് ആരംഭിച്ചു എന്നുള്ളതാണ്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം രാജേട്ടാ, നമ്മൾ ഇന്നിപ്പോൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരം ആര് പിടിക്കുന്നോ അവർക്കാണ് ഭരണം എന്നൊരു പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതൊക്കെ ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ പരിശോധിക്കാൻ പോകുന്ന 2 നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കഴക്കൂട്ടവും അതും മറ്റൊന്ന് തിരുവനന്തപുരമാണ്. ഈ തിരുവനന്തപുരത്തെ പരിശോധിക്കുന്ന സമയത്ത് CP ജോൺ UDFൻ്റെ കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. UDF സംവിധാനത്തിനകത്തെ ഒരു ബുദ്ധിജീവി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന അവരുടെ പ്രകടന പത്രികയുടെയൊക്കെ ചുമതലയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് CP ജോൺ. കൂടാതെ ഇവിടെ മത്സരിക്കുന്നത് സുധീർ കരമനയാണ്. സുധീർ കരമനയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തുകാർക്കോ കേരളത്തിനോ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ കരമന ജയൻ എന്ന് പറയുന്നയാൾ BJP സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അദ്ദേഹം അവിടുത്തെ ഒരു ലോക്കലാണ്. ലോക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള, എല്ലാവർക്കും ഉപകാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കരമന ജയൻ എന്ന് പറയുന്നത്. ഇവർ 3 പേരും തമ്മിൽ അവിടെ ഒരു മത്സരം നടക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? കഴക്കൂട്ടത്ത് എന്ത് സംഭവിക്കും? ഈ 2 മണ്ഡലങ്ങളിലും അതിശക്തമായ മത്സരം നടക്കുന്നതാണ് നമ്മളിൽ കാണാൻ. ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് തീരദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ആന്റണി രാജു ആയിരുന്നു സിറ്റിംഗ് MLA. അദ്ദേഹം ഈ 2ാം പിണറായി സർക്കാരിൽ 2.5 വർഷം മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഈ ഒരു വിദേശിയുടെ ഷഡ്ഡി മോട്ടിച്ച് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ച് അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ അയോഗ്യനാക്കപ്പെടുകയാണ് ചെയ്തത്. ഈ ഇതിൽ അയോഗ്യനാക്കപ്പെടുക എന്ന് പറയുന്നത് മത്സരിച്ച് തോൽക്കുന്നതിനേക്കാളും ഭീകരമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് സാങ്കേതികമായിട്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാവാൻ പറ്റാതെ പോയതോടുകൂടിയാണ് CPM അവിടെ ഒരു സ്വതന്ത്രനെ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പം ആന്റണി രാജു അല്ലാത്ത മറ്റൊരു നേതാവിനെ, ജനാധിപത്യ കേരള കോൺഗ്രസ് മറ്റൊരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ നിർദ്ദേശിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായും LDF അതിന് അംഗീകാരം കൊടുത്തേനെ. പക്ഷേ ആന്റണി രാജു അല്ലാത്ത ഒരാളിനെ അവിടെ മത്സരിപ്പിക്കാൻ ആന്റണി രാജുവിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം കൈയൊഴിയുകയും സുധീർ കരമന എന്ന സിനിമാ താരത്തെ അവിടെ സ്ഥാനാർത്ഥിയായി ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ CB നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ഏറ്റവും ജനങ്ങളിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധമുള്ള BJP നേതാവാണ് കരമൻ ജയൻ. അപ്പോൾ കരമൻ ജയനും അവിടുത്തെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. അത് ഇത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഈ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ശക്തരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ മത്സരം കനക്കുന്നത്. ഇപ്പോൾ CP ജോണിനെ കുറിച്ച് പറയുകയാണെങ്കിലും അദ്ദേഹം CPM-ലായിരുന്നെങ്കിൽ ഇപ്പം യഥാർത്ഥ വലിയ നേതാവൊക്കെ ആയി മാറേണ്ടതാണ്. പക്ഷേ അദ്ദേഹം MB രാഘവൻ CMB രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും പല ആളുകളും വിട്ടുപോവുകയൊക്കെ ചെയ്തപ്പോഴും UDF-നൊപ്പം അതിശക്തമായ നിലപാടുമായി കൂടെ നിൽക്കുകയും എന്നാൽ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ജയിക്കാനോ മന്ത്രിയൊന്നും ആവാൻ പറ്റാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തവണ CP ജോണിന് മത്സരിച്ച് ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു മണ്ഡലം തന്നെ കൊടുക്കണം എന്നുള്ളൊരു ചർച്ച തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് തോൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തോൽക്കുന്ന സീറ്റാണ്. പരമ്പരാഗതമായി UDF തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റായിരുന്നു CP ജോണിന് കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രമെടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഒരുപാട് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തു. ആന്റണി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടെ ജയിച്ചിട്ടുണ്ട്. MB രാഘവൻ അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ RSPയും BSPയും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന SSP എന്നൊക്കെ അങ്ങനെയുള്ള നേതാക്കന്മാർ, നിരവധിയായ ഇത്തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ ജയിച്ചു വന്നിരുന്ന സ്ഥലം കൂടിയാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ, അതിന് മുന്നത്തെ തവണ ശിവകുമാറായിരുന്നു, അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്നു, ശിവകുമാറായിരുന്നു അവിടെ ജയിച്ചത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമാണ് അത് ആന്റണി രാജു തിരിച്ചു പിടിക്കുന്നത്. നേരത്തെ 1996 ആന്റണി രാജു അവിടെ തന്നെ ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനൊരു UDF സ്വഭാവമായിരുന്നു. അപ്പോൾ ആ UDF സ്വഭാവത്തിലുണ്ടായിരുന്ന മണ്ഡലത്തെ ആന്റണി രാജു തിരിച്ചു പിടിക്കുമായിരുന്നു. അങ്ങനെ തിരിച്ചു പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്കൊക്കെ വരാൻ പറ്റിക്കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ആന്റണി രാജു അല്ലാത്ത മറ്റൊരു ആൾ അവിടെ നിൽക്കുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ എന്നതിനെക്കുറിച്ച് വളരെ സംശയമുണ്ട്. സുധീർ കരമന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്, പാർട്ടി ചിഹ്നത്തിലല്ല, അദ്ദേഹം CPM-ൻ്റെ ഏറ്റവും അടുപ്പമുള്ള ഒരു സിനിമാ താരം എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി CPM-ആയിട്ട് അടുപ്പം നിൽക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണെന്നുള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ വിജയിക്കണം എന്നാണ് പേഴ്സണലി എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ടൈറ്റായ മത്സരമാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ CPM അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ
ആന്റണി രാജു അല്ലാത്തത് കൊണ്ട് തന്നെ തീരദേശത്തുള്ള ചില വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമായി ലഭിക്കാതിരിക്കുന്നു എന്നുള്ള ഒരു ചില സംശയങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. അപ്പം ടൈറ്റ് മത്സരമാണ് എങ്കിൽ പോലും അവിടെ CP ജോണിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുൻതൂക്കം എന്നുള്ളത് നമ്മളിൽ കാണേണ്ടിയുള്ളത്. നമ്മൾ കഴക്കൂട്ടത്തേക്ക് വരികയാണെങ്കിൽ കഴക്കൂട്ടത്താണ് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത്. കഴക്കൂട്ടത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഉള്ളത് കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹം മുൻ മന്ത്രി കൂടിയാണ്. CPM-ന്റെ ജില്ലയിലെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം 3ാം തവണയാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇപ്പം കഴക്കൂട്ടത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാലും കോൺഗ്രസിനും CPM-നും തിരിച്ചു മറിച്ചും ഒക്കെ വിജയം ഉണ്ടായ സ്ഥലം കൂടാണ്. പക്ഷേ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വിജയം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം തുടർച്ചയായിട്ട് 2 തവണ വിജയിച്ച് കയറാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് കടകംപള്ളിയുടെ പ്രത്യേകത. അപ്പോൾ കടകംപള്ളി നേരത്തെ മത്സരിച്ചപ്പോൾ അദ്ദേഹം അവിടെ ജയിക്കുന്നു. കടകംപള്ളി മാറിയപ്പോഴൊക്കെ അവിടെ UDF-ന് അനുകൂലമായിരുന്നു ജനവിധി എന്നുള്ളതുകൊണ്ടാണ് ഇത്തവണ കടകംപള്ളിയെ തന്നെ അവിടെ ഇറക്കി സീറ്റ് നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം CPM തുടക്കം തൊട്ടേ തന്നെ അത് ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശരത്ചന്ദ്ര പ്രസാദാണ് ഇത്തവണ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ശരത്ചന്ദ്ര പ്രസാദ് നമ്മുടെയായിട്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കഴക്കൂട്ടത്ത് ഞാനാണ് മത്സരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ UDF-ന് അനുകൂലമായ ഒരു തരംഗം ഞാൻ ഉണ്ടാക്കിയെടുക്കും എന്നൊക്കെ. പക്ഷേ ഇത് ഇത്രയൊക്കെ പറയുമ്പോഴും അവിടെ BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്ന് നമ്മൾ കാണണം. ഇപ്പം മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരനാണ് ഇത്തവണ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഉള്ളത്. അപ്പം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വോട്ട് ശതമാനം കൂടിയ BJPക്ക് കുറച്ചും കൂടി വോട്ട് ശതമാനം കൂടിയ ഒരു മണ്ഡലം കൂടിയാണ് ഈ കഴക്കൂട്ടം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് അരങ്ങേറുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ശബരിമല വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ട് കടകംപള്ളിക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം ക്ലച്ച് പിടിക്കുമെന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും ഈ ശബരിമല സ്വർണ്ണക്കുള കേസുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ വളരെ ശക്തമായി അവിടെ അതിൻ്റെ ധാർമ്മികത അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തൊരു ദിവസം കൂടിയായിരുന്നു. കഴിഞ്ഞ ഒരു 2-3-4 ദിവസം മുന്നെയാണ് അദ്ദേഹം ചില അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന എനിക്കതിൽ ധാർമ്മികതയൊന്നും ഒളിച്ചോടാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും മന്ത്രി എന്ന നിലയിൽ എനിക്ക് ചില പരിമിതികളുണ്ട്. അവിടെ നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ദേവസ്വം ബോർഡാണ് അവിടെ കൃത്യമായി ഭരിക്കുന്നത്. ഞാനല്ല, മന്ത്രിക്ക് ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു വിഷയം എങ്ങനെയാണ് അവിടെ ബാധിക്കുക എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. പിന്നെ മാത്രമല്ല അവിടെ LDF-ന് എന്തെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ ചിലപ്പോൾ അവിടെ ഈ NDA അല്ലെങ്കിൽ BJP-ന്റെ സ്ഥാനാർത്ഥി V മുരളീധരനൊക്കെ ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പോലും അവിടെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നമ്മളിൽ കാണുന്നത്. നേരത്തെ ശോഭാ സുരേന്ദ്രനൊക്കെ അവിടെ മത്സരിക്കാൻ വേണ്ടി വന്നു. V മുരളീധരൻ നേരത്തെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു. അങ്ങനെ പടിപടിയായി അവരുടെ വോട്ടിംഗ് ശതമാനം ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം നേമത്തും അതുപോലെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് BJP ഏറ്റവും ശക്തമായി തിരുവനന്തപുരം ജില്ലയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. പിന്നെ മാത്രമല്ല ഈ കഴക്കൂട്ടത്തിൻ്റെ കുറേ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP തവണ വിജയിക്കാൻ കുറച്ചും കൂടി വിജയിച്ച സ്ഥലങ്ങൾ കൂടിയാണ്. കുറച്ച് കൗൺസിലർമാർ വിജയിച്ച സ്ഥലം കൂടിയാണ് ഈ കഴക്കൂട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ BJP ആണ് ഇത്തവണ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് എന്നുള്ളതും കോർപ്പറേഷൻ ഭരണം അവർ പിടിച്ചെടുത്തു എന്നുള്ളതും അവിടെ ചില നേതാക്കന്മാർക്ക് വലിയ തരത്തിലുള്ള ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. V മുരളീധരൻ അതുകൊണ്ട് ഈ സാഹചര്യത്തെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് V മുരളീധരൻ നേരത്തെ തന്നെ അവിടെ വരികയും അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ തന്നെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടില്ലെന്നും കൂടി നമ്മൾ കാണണം. അതുകൊണ്ട് കഴക്കൂട്ടവും തിരുവനന്തപുരവും നമ്മുടെ ഒരു നിഗമനത്തിൽ അതിശക്തമായ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത്. അതുകൊണ്ട് CB സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥലങ്ങളിൽ ആരാണ് ജയിക്കുന്നത് അത് സ്റ്റേറ്റിന്റെ ഭരണത്തെ പോലും സ്വാധീനിക്കും എന്നുള്ളത് കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്.